എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഐസ്ക്രീം ആയാലോ? ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഐസ്ക്രീമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഐസ്ക്രീം എന്ന് പറയുമ്പോൾ കുറേ സാധനങ്ങളൊന്നും ഞാൻ ചേർക്കണില്ല, വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ചോക്ലേറ്റിന്റെ ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ചോക്ലേറ്റിന്റെ അങ്ങനെ ഭയങ്കര കുത്തലൊന്നുമില്ല. ചുറ്റുമുള്ളവർക്കൊക്കെ ഞാൻ കൊടുത്തു നോക്കി. അപ്പൊ എല്ലാവരും നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ അത് റിപ്പീറ്റ് ആയിട്ട് അങ്ങനെ അടുത്തുള്ളവർക്ക് കൊടുത്തു നോക്കണം. എന്താ വെച്ചാൽ ആദ്യമായി ഉണ്ടാക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും ഒന്ന് കൊടുക്കും, അതെങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഞാൻ കൊടുത്തപ്പം എല്ലാവരും പറഞ്ഞോട് നല്ല കടയിലൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് തോന്നുന്നുണ്ട്, നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഞാനതില് ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്, മിക്സ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഹാൻഡ് മിക്സർ ഇല്ലെങ്കിൽ വിസ്ക് ഉണ്ടല്ലോ, വിസ്ക് ഉപയോഗിച്ച് നിങ്ങൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷെ കുറച്ച് നേരം ഞാനൊരു 5 മിനിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളൊരു 10 മിനിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷെ കുറച്ച് നേരം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ TV കണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പൊ നല്ല പറിച്ചു വന്നോളും. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ ഒരു പ്രോബ്ലമായിട്ട് കുറച്ച് ടൈം എടുക്കണമെന്ന് പറയാൻ. ബാക്കിയെല്ലാം ഈസിയാണ് ചെയ്യാൻ വേണ്ടിട്ട്. ഫ്രിഡ്ജിൽ വെക്കണം എടുക്കണം, അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്. അങ്ങനെ ടൈം കുറെ കൺസ്യൂം ചെയ്യുന്നുണ്ട്, പക്ഷെ പണി അധികമില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാം? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഐസ്ക്രീമാണ്. ഐസ്ക്രീം ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷെ അതിന്റെ സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഉണ്ടാക്കാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രിഡ്ജിക്ക് വെക്കണം, പുറത്തേക്ക് എടുക്കണം, അങ്ങനെ അത്രയും മാത്രം ടൈം കുറെ എടുക്കുന്നുണ്ട്, അല്ലാണ്ട് പണി അധികമില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഞാൻ ഓരോന്നും എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം, പിന്നെ ഓരോന്ന് ആഡ് ചെയ്യുമ്പോൾ പറയാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് അമൂലിന്റെ ഫ്രഷ് ക്രീമാണ്. ഇത് 250-ൻ്റെയാണ്. ഇതിന്റെ വലിയ 1 ലിറ്ററിന്റെ കിട്ടും. എനിക്ക് കിട്ടിയില്ല, ഞാൻ ഇങ്ങനത്തെ 4 എണ്ണമാണ് വാങ്ങിയത്. അമൂലിന്റെ ഫ്രഷ് ക്രീം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാര വേണം, അതേപോലെ തന്നെ കൊക്കോ പൗഡർ വേണം. പിന്നെ ഒരു 50 ഗ്രാമിന്റെ ഡയറി മിൽക്ക് ചോക്ലേറ്റ്. ഇനി ഞാൻ ഈ ചെയ്തിരിക്കുന്നത് അമൂൽ ഫ്രഷ് ക്രീമിന്റെ അത് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാവും. ഇത് എന്താ ചെയ്യേണ്ട വെച്ചാല് ഫ്രഷ് ക്രീമിന്റെ അമൂലിന്റെ ക്രീമാണിത്. ആ ക്രീം നമ്മൾ ഫ്രീസറിൽ 2 മണിക്കൂർ വെക്കുക. 2 മണിക്കൂർ വെച്ചതിന് ശേഷം 1 മണിക്കൂർ ഇതെടുത്തിട്ട് താഴത്തെ ഫ്രീസർ അല്ലാത്ത ഫ്രിഡ്ജിന്റെ ഏരിയയിൽ വെക്കുക. അങ്ങനെ വെച്ചിട്ട് 1 മണിക്കൂർ വെച്ചിട്ട് അത് പുറത്തെടുത്തതിന് ശേഷം അതിൽ ഇതിന്ന് നമുക്ക് ഒരു 700 ഗ്രാം ഇങ്ങനെ ക്രീം കിട്ടും. ഈ ഒരു ഇതില് ഇത് നമ്മൾ എടുത്തിട്ട് മാറ്റിയതിന് ശേഷം അതിന്റെ അടിയിൽ മിൽക്കിന്റെ ലിക്വിഡ് ഉണ്ടാവും. അതൊരു 300 ഗ്രാം കിട്ടും. അതായത് ഇങ്ങനെ ഒരു കപ്പോളം കിട്ടും. ഇത് നമ്മൾ മാറ്റി സെപ്പറേറ്റ് ചെയ്യുക. ഇത് രണ്ടും വേറെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ എടുത്തതിന് ശേഷം ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ പോവുകയാണ്. ഇതങ്ങനെ ക്രീമായിട്ട് എടുത്തിട്ട്, ഇത് ക്രീമാണ് അതിന്റെ, ഇതെടുത്ത് നമ്മളിനി ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ഇനി ബാക്കി വന്ന ഈ ലിക്വിഡ് വെച്ചിട്ടാണ് ഇനി ചെയ്യാൻ പോണത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് ആ പാലുണ്ട് നമ്മൾ നേരത്തെ എടുത്തത്. അതായത് ഈ ക്രീം പിന്നെ കട്ടിയായിട്ടുണ്ടാവും, ഇങ്ങനെ എന്താ പറയാ, ഞാൻ ഒരു ക്രീം പോലെ ആയിട്ടുണ്ടാവും. അതിന്റെ അടിയിൽ ഇതേപോലെ തന്നെ ലിക്വിഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ അപ്പൊ അതിന്റെ അടിയിൽ ഉള്ള ഭാഗമാണ് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. മുകളിലൊക്കെ ഇങ്ങനെ ക്രീമായിട്ട് കിട്ടും. അതാണ് ഈ ഒരു കപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു കപ്പിന് പുറമെ നമ്മൾ വേറെ 2 കപ്പ് പാലും കൂടി ഒഴിക്കണം, സാദാ പാല്. അപ്പൊ അതിനി ഒഴിക്കുകയാണ് നമ്മൾ ഈ പാത്രത്തേക്ക്. ഇപ്പോ ഒരു പാക്കറ്റ് ഞങ്ങൾ ഈ പാല് ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കപ്പിന് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഫ്രഷ് മിൽക്കിന്റെ ഇത് ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ഓണാക്കിയിട്ട് ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇപ്പം ഒരു പാക്കറ്റ് പാലും അതിന് പുറമെ ഈ കപ്പിന് 1 കപ്പ് ഫ്രഷ് ക്രീമും ഒഴിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ചൂടായിട്ട് വരുമ്പോൾ ഇതിന്നൊരു 3-4 കയ്യിൽ നമ്മൾ എടുത്തു വെക്കണം. ഇതൊന്ന് ചൂടാക്കാതെ
എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ അതിന് മറുപടി പറയാം. എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ. ഇതിപ്പോൾ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു കുറച്ച് മാറ്റി വെക്കണം. കൊക്കോ പൗഡർ ഏത് വേണമെങ്കിൽ വാങ്ങാം, ഏത് ബ്രാൻഡൊന്നും പ്രശ്നമല്ല. ഇപ്പോൾ പാല് ചൂടായിട്ടുണ്ട്. അതിന് നമുക്കൊരു 3 കയ്യിൽ നമ്മളെടുത്ത് മാറ്റണം. 4 കയ്യിലോളം ഞാനിതിന്ന് എടുത്തിട്ടുണ്ട്. ഇത് എടുത്ത് മാറ്റി വയ്ക്കണം. ഇതിലേക്ക് ഒരു 8 ടേബിൾ സ്പൂൺ 8 ടീസ്പൂണ് 6 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഓരോ ഒരു 2-3 സ്പൂൺ ഇട്ടിട്ട് അത് ഇളക്കിയതിന് ശേഷം പിന്നെ ഇട്ടിട്ട് ചെയ്താൽ മതി. ഒന്നിച്ചിട്ട് ഇടേണ്ട ആവശ്യമില്ല. ഒന്നിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ ഇത് കട്ട ഒഴിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിങ്ങനെ കട്ട കെട്ടാണ്ട് നമ്മൾ നന്നായി സ്മൂത്തായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. 6 ടേബിൾ സ്പൂണാണ് ഇട്ടത്. ഇനി ബാക്കി 2 ടേബിൾ സ്പൂൺ കൂടി ഇടാനുണ്ട്. ഏഴ് 8. അപ്പോൾ കറക്റ്റ് 8 ടേബിൾ സ്പൂൺ നമ്മളിതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കട്ട കെട്ടാണ്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് 15 മിനിറ്റായി. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചോക്ലേറ്റ് മിക്സ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. കുറച്ച് ഒഴിച്ച് അത് പിന്നെ കട്ട കെട്ടാണ്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്മാക്കിയതിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ, ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത്. ഇതിലേക്ക് പഞ്ചസാര ഈ കപ്പിന് നമ്മൾ എടുത്ത ആ കപ്പിന് തന്നെ 2 കപ്പ് പഞ്ചസാര നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് അത് ഇതിലേക്ക് മിക്സ് ആയി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഓഫാക്കാൻ പോവാണ്. ഓഫാക്കിയതിന് ശേഷം 50 ഗ്രാം ചോക്ലേറ്റ് ഡയറി മിൽക്ക് ഇത് ഞാൻ ഇതിലേക്ക് ഇടാൻ പോവാണ്. ഇങ്ങനെ ചെറിയ പീസസ് ആക്കുക, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കറക്റ്റ് ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇതുകൂടി ചേർക്കുന്നത്. 50 ഗ്രാമാണ് ഇപ്പോൾ നമ്മൾ എടുത്ത ഈ ക്വാണ്ടിറ്റിക്ക് ആവശ്യമുള്ള ചോക്ലേറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഓഫാക്കിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. ഇനി ഇത് നമ്മൾ തണുക്കാൻ വെക്കണം. ഇതൊരു ഫാനിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കുക ഒരു അരമണിക്കൂർ. ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ക്രീം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്, അത് കാണിച്ചു തരാം. ചോക്ലേറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ നല്ല ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വെക്കാൻ പോവാണ്. ആ സമയം കൊണ്ട് ഞങ്ങൾ ഇതിൽ ഇടാൻ വേണ്ടിയിട്ട് ക്രഷ്ഡ് ബദാം ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയിട്ട് വേണം കുടിക്കാൻ. ഞാനിതിൽ ഐസ് വാട്ടറും ഐസും കൂടി കുറച്ച് ഐസും കൂടി ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ക്രീം എടുത്തത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് ഞാനിനി ഇതിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം ഇനി മിക്സ്. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മിക്സിയിൽ ഇത് അടിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ഈ ഹാൻഡ് മിക്സർ തന്നെ ആവശ്യമാണ്. അതാണ് ഇതിനേക്കുള്ളൊരു ഇത്. കാരണം ഇത് ക്രീമായിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിക്സർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് വരില്ല. ഇത് മാത്രമുള്ള ഇതിൻ്റെ ഒരു, അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് മിക്സർ ഹാൻഡ് കൊണ്ടുള്ള ഒരു ഇതേപോലത്തെ ഒരു ഇതുണ്ടല്ലോ, ഹാൻഡ് മിക്സർ വെച്ചിട്ട് കുറേ നേരം ചെയ്യേണ്ടി വരും. അതാണ് ഇതിൻ്റെ. അങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് കൈകൊണ്ട് ആക്കിയാൽ മതി. അല്ലെങ്കിൽ ഹാൻഡ് മിക്സർ ഉള്ളവർ ഹാൻഡ് മിക്സർ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഹാൻഡ് മിക്സർ ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം സ്ലോ സ്പീഡിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ബബിൾസ് ഇങ്ങനെ എയർ ബബിൾസ്
ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരു ക്രീമി ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം സ്ലോലി തുടങ്ങിയിട്ട് പിന്നെ മാക്സിമത്തിലേക്ക് ഇട്ടാൽ മതി. ഇതൊരു 10 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ചെയ്യേണ്ടി വരും. ഇതെന്തായാലും അടിയിൽ ഐസ് വെച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് ചൂടാവുള്ളൂ. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഐസ് വെച്ചിട്ട് ചെയ്യുന്നത്. ഞാൻ ഐസ് വാട്ടറും കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടി വെച്ചിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഇതാവണം, അത്രയും അങ്ങനെ ഫ്ലഫി ആവില്ല. ഇത് ഫ്രഷ് ക്രീം ആയതുകൊണ്ട്. എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അതേ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അര കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അര കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇനി ഇതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ ഗ്രൈൻഡർ ഇതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിടാം. കുറച്ച് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഞ്ചസാര പൊടിച്ചതാണ് അര കപ്പ്. ഇത് ടോട്ടൽ ഇപ്പം 2.5 കപ്പ് പഞ്ചസാരയാണ് ഇപ്പം നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. ആദ്യം 2 കപ്പ് ഇട്ടു, ഇതിന് തന്നെ സെയിം കപ്പിന്. ഇനി ഇതിൽ ഇപ്പോൾ അര കപ്പ് പഞ്ചസാരയും കൂടി ഇടാം. ഇനി ബാക്കിയുള്ളത് കൂടി ഞാൻ ഇടാൻ പോകും. ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആവും. 15 മിനിറ്റ് ആയിട്ട് നമ്മളിത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ 15 മിനിറ്റ് ആവാൻ സമയത്താണ് നമുക്ക് ഇത് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ നല്ലൊരു ക്രീമി ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഇതാ നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ മിക്സറിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്, മുന്നേ നമ്മൾ ചോക്ലേറ്റിന്റെ മിക്സ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്തിട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഇനി ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഹാൻഡ് മിക്സർ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചോക്ലേറ്റ് എടുത്ത് വെച്ചത് ഓരോ സ്പൂൺ ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യണം. ഇനി ഹാൻഡ് മിക്സർ യൂസ് ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. വേണ്ട, നല്ല ഇത് വന്നിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. ക്രീമി ടെക്സ്ചറായിട്ട് വേണ്ട. ഇനി ഇതിലേക്ക് ഇങ്ങനെ ഇതിങ്ങനെ മിക്സ് ആക്കുക. മെല്ലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിക്ചർ വരയ്ക്കേണ്ടതില്ലേ. ഇനി ഇതിൽ നട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബദാം കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പൊടിച്ചതാണ്. അത് നമ്മൾ കുറച്ച് ഇതിൽ അര കപ്പ് പാൽ, സെയിം കപ്പിനാണ് ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഇത് മിക്സ് കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റാൻ പോവുകയാണ്. 12 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം റെഡി ആയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് വെച്ചതാണ്.
12 മണിക്കൂറാണ് ഇത് വെക്കാൻ പറ്റുന്നത്. പക്ഷേ 12 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് എടുത്ത് നോക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കിയാൽ ഞങ്ങളിത് അത് സ്കൂപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ സ്കൂപ്പറില്ല, അതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ഷേപ്പിൽ എടുത്തു എന്നേ ഉള്ളൂ, വലിയ നന്നായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഞാൻ ചോക്ലേറ്റ് സോസ് കുറച്ച് ഒഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഐസ്ക്രീം നല്ല ഇതായിട്ടുണ്ട്. ഞാനാണ് എടുക്കുന്നത് കാണിച്ചത്. നല്ല സ്മൂത്തായിട്ട് ഇതാ കണ്ടോ, സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഞാൻ നെക്സ്റ്റ് ഒരു പുതിയ ഐറ്റമായിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ.